പടം കൊള്ളാം, നൈസ് പടം. അതായത് മഹാനദി ഡയറക്ടറിന്റെ പടം എന്നുള്ള ലെവലാണ് നമ്മൾ വന്നത്. പക്ഷേ അവർ മാറുന്നില്ല എന്നൊക്കെയുള്ള ഒരു വിമർശനത്തിനൊക്കെ ഒരു മാറ്റമുണ്ട് ഇതിൽ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജ് പറയണം. കാരണം നമുക്ക് കുറേയൊക്കെ തോന്നുന്നു ലാഗ് അടിക്കുന്നുണ്ടോ, ഒരു സാഹോയും ആദൂരിഷിന്റെ ഒക്കെ മിക്സ് ഒക്കെ അടിച്ച് ബോർ ആവുമെന്നൊരു തോന്നൽ വരും. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇസ് ഗുഡ്. മൊത്തത്തിലായാലും ഇടയ്ക്കൊക്കെ കുറച്ച് ബാക്കിയെല്ലാം എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? പെർഫോമൻസ് അല്ലേ പിന്നെ കമലഹാസനോட പെർഫോമൻസ് എപ്പടി? ഫൈനൽ ഫിനിഷ്ഡ്. ായിട്ടുള്ളൊരു ബന്ധമായിരുന്നു സിനിമ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. നല്ലതായിരുന്നു. സൂപ്പർ പടം. ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. സ്റ്റോറിയൊക്കെ നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. കൊള്ളാം. നല്ല പ്രവാസിന്റെ ഒരു കംബാക്ക് അല്ലേ, നല്ല പടം. പെർഫോമൻസിൽ എനിക്ക് അമിതാഭ് ബച്ചന്റെ പെർഫോമൻസ് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് പുള്ളി. അതുപോലെ തന്നെ ഫീമെയിൽസിൽ അടിപൊളിയാണ്, സൂപ്പറാണ്. മാര പടം കാണേണ്ട. അത് ഗംഭീരമായിരുന്നു, കൊള്ളായിരുന്നു. 8 feet എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് വർക്കൗട്ട് ആയി, കൊള്ളാം. വലിയ ബോറില്ലായിരുന്നു, കൊള്ളായിരുന്നു. അടിപൊളി പോകും. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോളിവുഡ് ലെവലിൽ എടുത്തിരിക്കുന്ന പ്രവാസിന്റെ കരിയർ ബെസ്റ്റിലും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ശോഭനയാണ് പുള്ളിക്കാരി. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കൊള്ളാം, നല്ല പടം. സെക്കൻഡ് ഹാഫ് ഒക്കെ വേറൊരു 1000 കോടിയൊക്കെ ഉറപ്പാ. പറയാൻ VFX ആണെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന ക്യാമിയോസ് ആണെങ്കിലും ഇതിന്റെ സ്റ്റോറി ആണെങ്കിലും വേറെ ലെവൽ സ്റ്റോറിയാണ്. ഒന്നും പറയാനില്ല, ഒരു നെഗറ്റീവ് പോലും പറയാനില്ല. അത്ര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. DQ വളരെ ചെറിയൊരു 2 മിനിറ്റേ വരുന്നുള്ളൂ. വേറെ കുറെ ക്യാമിയോസ് വരുന്നുണ്ട്, അത് ആരെങ്കിലും പറയുന്നില്ല. പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് വേറെ ലെവലാണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വേറൊരു ലെവലിലോട്ട് പോകുന്നുണ്ട് പടം. DQ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. DQ കൊള്ളാം, നല്ല പെർഫോമൻസ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷെ ഇതിലൊരു എന്താ പറയാ, ത്രൂ ഔട്ട് നിൽക്കുന്ന കുറച്ച് ആക്ടേഴ്സ് ആണ് ഉള്ളത്. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ ചില ഫാൻസുകാർക്ക് സ്പോയിലർ ആയി പോയാലോ. ഓവറോൾ നല്ല പടം, കണ്ടിരിക്കും. നല്ല പടം. അല്ല, VFX ആണെങ്കിലും എല്ലാം കൊള്ളാം. മീൻസ് കമലഹാസൻ ഭയങ്കര കിട്ടുള്ളായിരുന്നു. മീൻസ് കുറച്ച് റോളേ ഉള്ളൂ, പക്ഷെ ഉള്ള റോളിൽ ഭയങ്കര വിഷയമായിരുന്നു. അമിതാഭ് ബച്ചനാണ് പിന്നെ മെയിൻ ആയിട്ട് നിൽക്കണം. കൊള്ളാം. ക്ലൈമാക്സ് മൈൻഡ് ബ്ലോയിങ്, റിയലി യു കൻ സീ ബ്ലോക്ക്ബസ്റ്റർ. കിടിലം പടം, ഒന്നും പറയാനില്ല. നല്ല പടമായിരുന്നു, ഒരു രക്ഷയില്ല. പൊളി ബ്രോ. സൂപ്പർ. സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറേ സെൻറ്റിമെൻറ്റ്സും ആ സ്റ്റോറി ലൈനിലൂടെ പോകുന്നുണ്ട്. അതിൽ വലിയ ബോർ അടിക്കുന്നില്ല. പിന്നെയുള്ള ഒരു ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ട്. സൗണ്ട് എഫക്ട്സ്, ഗ്രാഫിക്സ് വേൾഡ് ഇൻ്റർനാഷണൽ ലെവൽ സാധനം. ലോർഡ് ഓഫ് ദ റിങ്സ് ഒക്കെ നമ്മൾ കാണുന്ന ആ ലെവൽ ഓഫ് ഏരിയൽ ഷോട്ടും VFXന്റെ ഒരു രക്ഷയില്ല, സൂപ്പർ. അതിന് ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സ് മനോഹരമായിട്ടുണ്ട്. ഡബിൾ ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട്, അതും നന്നായിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിനുള്ള കാര്യമായിട്ടുള്ള സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ മൂവ് വന്നിട്ടുണ്ട്. അത് ഓവറോൾ ആ വിഷ്വൽ ട്രീറ്റ് നന്നായിരുന്നു. ഗ്രാഫിക്സ്, VFX ഭയങ്കര. അതിന് ഇത്രയും ലെവൽ എനിക്ക് തോന്നുന്നില്ല വേറൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നല്ലതാണ്. എന്തായാലും അത് തിയേറ്ററിൽ കാണുക, 3D കാണുക. കുറേ കൂടെ നല്ല 3D എഫക്ട്സ് നല്ലോണം കാണും. നമ്മൾ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് 3D പല 3D പടങ്ങളിലും ഈവൻ നമ്മൾ ഗോഡ്സിലെ ഇതൊക്കെ കണ്ടപ്പോൾ പോലും അത്രത്തോളം ഇമ്പാക്റ്റ് കണ്ടില്ല. ഇതിൽ ഒരുപാട് സ്ഥലത്ത് നല്ലോണം 3D നമുക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ച് കൊള്ളാം, നൈസ് മൂവി. 3Dയിൽ കാണുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു.